الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അവന്റെ അടിമകൾ എന്ന നിലക്ക് അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ എന്ന നിലക്ക് അതിശക്തമായ വിചാരണയ്ക്ക് വിധേയരാവേണ്ടവർ എന്ന നിലക്ക് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും അള്ളാഹുവിൽ തഖ്വയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ അങ്ങനെ തന്നെ മരിച്ചു പോകുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. സഹോദരങ്ങളെ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അന വസ്സാഅ കഹാത്തൈൻ, ഞാനും ലോകാവസാനവും ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞാൽ അടുത്തത് ലോകാവസാനം. അതിനൊരുപാട് അടയാളങ്ങൾ നമ്മൾക്ക് അവിടുന്ന് വിശദീകരിച്ചു തന്നു. നമ്മൾക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായതും ആ കൂട്ടത്തിലുണ്ട്, അനുഭവവേദ്യമാവാത്തതുമുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായ ഒരു സംഗതി തഖാറബുസ്സമാൻ, വളരെ പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോവുക എന്നതാണ്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് മറ്റൊരു വെള്ളിയാഴ്ച വരുന്നത് എത്ര സ്പീഡിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് പറഞ്ഞു, ഒരു വർഷം ഒരു മാസം പോലെ കഴിഞ്ഞു പോകും, ഒരു മാസം ഒരാഴ്ച പോലെ കഴിഞ്ഞു പോകും.
ഒരാഴ്ച ഒരു ദിവസം പോലെ കഴിഞ്ഞു പോകും. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ കഴിഞ്ഞു പോകും. ഒരു മണിക്കൂർ ഒരു ചെറിയ കടലാസ് കഷ്ണം കത്തിത്തീരുന്ന അത്ര കൊണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു പോകും. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം നമ്മുടെ പിതാവ് നമ്മുടെ ബാപ്പ എവിടുന്നാണോ ഇറങ്ങിപ്പോകുന്നത് അവിടേക്ക് തിരിച്ചു ചെല്ലുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പിതാവിനെ പുറത്താക്കുന്നു, നമ്മളെ വീണ്ടും അങ്ങോട്ട് ക്ഷണിക്കുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം. ആ വീട്ടിലേക്ക് അല്ലാഹു നമ്മളെ ക്ഷണിക്കുന്നു. അത് അവിടെ തിരിച്ചെത്തുക എന്നതാണ് ജീവിതത്തിന്റെ ആകത്തുക. സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, മനുഷ്യർക്ക് മാത്രമായി ഒരു സ്വഭാവ ഗുണം അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്താണത്? നാളെ നേടാൻ കഴിയുന്ന ഒരു നേട്ടത്തെ മുൻകൂട്ടി കാണുവാനും അതിന് നമ്മൾ അർഹരായി തീരുവാനും ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ കഴിയുന്ന ജീവി മനുഷ്യൻ മാത്രമാണ്. നാളെ നേരിടാവുന്ന അപകടത്തെ മുൻകൂട്ടി കാണുകയും അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായി എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി കണ്ടുവെക്കാനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. ഇത് മനുഷ്യരുടെ മാത്രം പ്രത്യേകതയാണ്. ഒരു പശുവിനെ കൊണ്ടുപോയി പുല്ലുള്ള സ്ഥലത്ത് കെട്ടിയാൽ കുറച്ച് തിന്ന് ഇനി ബാക്കി നാളെ തിന്ന എന്ന് കരുതി പശു മാറ്റി വെക്കൂല. അവനത് ചവിട്ടി നാശാക്കും. കാരണം അതിന് അങ്ങനെ ഒരു സ്വഭാവം അല്ലാഹു നൽകിയിട്ടില്ല. എന്നാൽ നാളെ 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 അല്ല മറ്റന്നാൾ നറുക്കെടുക്കുന്ന ലോട്ടറി കൂപ്പിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യൻ കാണിക്കുന്ന സ്വഭാവം എന്താ? ഒരു പക്ഷേ അത് ഹറാമോ ഹലാലോ എന്നത് വേറെ കാര്യമാണ്. എനിക്ക് നാളെയോ മറ്റന്നാളോ ഒരു പക്ഷെ കിട്ടിയേക്കാവുന്ന ഒരു നേട്ടത്തിന് ഇന്നവൻ പണം മുടക്കുന്നു. വാഹനം റോഡിലിറക്കുന്നതിന് മുമ്പ് ഇൻഷൂർ ചെയ്യുന്നവൻ കാണിക്കുന്ന വികാരം എന്താ? അഥവാ ഈ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാൽ എനിക്കൊരു രക്ഷ കിട്ടണം, അതിന് ഞാൻ ഇൻഷൂർ ചെയ്യണം. ഇത് മനുഷ്യരുടെ മാത്രം സ്വഭാവമാണ്. ഈ സ്വഭാവ ഗുണം ഈ കാലഘട്ടം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയാൽ പോരാ എന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടും. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്തുണ്ട് എന്റെ കയ്യിൽ? സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ദുനിയാവിൽ എന്തൊക്കെ പ്രതിസന്ധി നമുക്ക് വന്നാലും അത് ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും, സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും. വയനാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് വസ്ത്രം അധികമായിട്ട് കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞതാണ്. 4 പാട്ടുന്നും വസ്ത്രം വരികയാണ്, കോടിക്കണക്കിന് ഉറുപ്പിന്റെ ഓഫർ വരികയാണ്. ഞാൻ മതിയായിരുന്നോ കൊടുക്കണ്ടെന്നോ അല്ല പറഞ്ഞത്. അവരുടെ വിഷമത്തിൽ ലോകം മുഴുവൻ അവരുടെ കൂടെ നിൽക്കുന്നു. എന്നാൽ മരണശേഷം നമ്മുടെ പ്രതിസന്ധിയിൽ ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക? ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യക്തിപരമാണ് പരലോകം, കുടുംബപരമല്ല. എന്റെ കുടുംബത്തിന്റെ ഭൗതികമായ ചെലവുകൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഭാര്യ അടുക്കളയിലെ കാര്യം ചിന്തിച്ചാൽ മതി, മക്കള് പഠിക്കുന്ന കാര്യം ചിന്തിച്ചാൽ മതി. എന്നാൽ പരലോകത്തിന്റെ കാര്യമോ എന്റെ കാര്യം ഞാൻ ചിന്തിക്കണം, ഭാര്യന്റെ കാര്യം ഭാര്യ ചിന്തിക്കണം, മക്കളുടെ കാര്യം മക്കളും ചിന്തിക്കണം. അതാണ് വ്യക്തിപരം എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ദുനിയാവിൽ ഏതെങ്കിലും പ്രതിസന്ധിയാണോ? അല്ല. മരണവും മരണാനന്തര ജീവിതത്തിൽ നമ്മൾക്ക് നേരിടാനുള്ള പ്രതിസന്ധിയാണ് സഹോദരന്മാരെ യഥാർത്ഥ പ്രതിസന്ധി. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മരണം സുനിശ്ചിതമാണ്, ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പള്ളിയിൽ പങ്കെടുത്ത അൻസാരിയായ ഒരു സഹാബി വനിത നമ്മളോട് പറയുന്നു, ഞാൻ പോയ മുഴുവൻ ജുമഅയിലും ഞാൻ പ്രവാചകന്റെ നാവിൽ നിന്ന് കേട്ട് പഠിച്ച സൂറത്തുൽ ജുമുഅ. ആ സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും ഞാൻ പഠിച്ചത് വെള്ളിയാഴ്ച പ്രവാചകൻ ഓതുന്നത് കേട്ട് പഠിച്ചതാ. ആ കേൾക്കുന്ന സൂറത്തിൽ ആവർത്തിച്ച് നാം കേൾക്കുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ വിരണ്ടോടുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഇത് നിങ്ങളും ഞാനും മനസ്സിലാക്കുന്ന സംഗതി എന്താ അറിയോ? ഒരു മനുഷ്യൻ ഏറ്റവും നിസ്സഹായനാകുന്നത് മരിക്കുന്ന സമയമാണ്.
എഴുന്നേറ്റ് ഓടാത്തതേ അയാൾക്ക് കഴിയാത്തത് കൊണ്ടാ. അത്രമേൽ ശാരീരിക മാനസിക പ്രയാസം ആ മനുഷ്യൻ അനുഭവിക്കുന്നു. പോത്തിനർത്തിട്ട പോത്ത് പിടക്കുന്നുണ്ട് നിങ്ങൾ, അതുപോലെ പിടക്കും മനുഷ്യൻ. പക്ഷെ പിടക്കാത്ത എന്താണെന്നറിയോ? മലക്കള് പിടിച്ചാടെ വെച്ചിട്ടാ. നിങ്ങൾ പറയും ഇങ്ങനെ ആയിട്ട് പോയതാ, ഒരു കുഴപ്പമില്ല ഞമ്മക്ക്. ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? അതാണ് യഥാർത്ഥ പ്രതിസന്ധിയെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ വേണ്ടത് നമ്മൾ ചെയ്തു വെക്കണം. ആരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമതായി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന മനുഷ്യന്റെ പേരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു. അള്ളാഹുവേ, എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല ആയുസ് സമയം എന്റെ അവസാനത്തെ സമയമാക്കണേ. തുടക്കം ഗംഭീരായിരുന്നു, അവസാനം ഒന്നുമില്ല, പോയി. എന്താ അള്ളാഹ് നോക്കുക? അവസാനം നോക്കുക, തുടക്കമല്ലല്ലോ. നിങ്ങൾ മരിക്കരുത്, ജനിക്കരുത് എന്നല്ല. ജനിക്കൽ ഏത് മഹായിട്ട് ജനിച്ചാൽ ഒരു കുഴപ്പമില്ല, മരിക്കുമ്പോ മുസ്ലിമായാൽ മതി. അപ്പൊ അവസാനം വരെ നിലനിർത്തണം നമ്മുടെ കർമ്മങ്ങൾ. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു. എന്റെ ആയുസ്സിലെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്റെ മരണത്തോടടുത്ത കാലഘട്ടമാക്കണേ. വഖൈറു അമലി ഖവാതിമഹു. എന്റെ അമലുകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് കിട്ടേണ്ടത് എന്റെ അവസാന സമയത്താണ്. അതുകൊണ്ട് അമലിനെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയേണ്ടത് ആ അമൽ അവസാനിക്കുമ്പോഴാണ്. നമ്മളെ നാട്ടിൽ റമളാൻ തുടക്കത്തിലാണോ ആവേശം, അല്ല ഒടുക്കത്തിലോ? തുടക്കത്തിലാണ് അല്ലേ? അവസാനത്തെ 10ഉം അതിന്റെ ശേഷമുള്ള 10 വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഈ മയ്യത്തുമെന്ന് പേൻ പോണ മാതിരിയാ, ഓരോന്നിങ്ങനെ പോയി ഇങ്ങനെ തീരും. എന്താ, 27 കഴിഞ്ഞാൽ പിന്നെ റമളാൻ തന്നെ ഇല്ല, അവസാനം ഒന്നുമില്ല. റമളാൻ കഴിഞ്ഞാലോ അങ്ങനെ ഒരു മാസം കഴിഞ്ഞതായിട്ട് ആർക്കും ഓർമ്മയില്ല. എന്താണ് സിദ്ദീഖുൽ അക്ബർ പ്രാർത്ഥിക്കുന്നത്? എന്റെ അമലുകൾ, ഞാൻ നമസ്കരിക്കുകയാണ്, നമസ്കാരത്തിൽ തുടക്കത്തിലുള്ളതിനേക്കാളും ശ്രദ്ധ ഒടുക്കത്തിലുണ്ടാവണം. നോമ്പിന് ആദ്യത്തെ നോമ്പിനുള്ളേക്കാളും ഇബാദത്ത് അവസാനത്തെ നോമ്പിനുണ്ടാവണം. അതാണ് അള്ളാഹ് പരിശോധിക്കുക. വഖൈറു അയ്യാമി യൗമ അൽഖാക്. പടച്ചവനെ, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാവണേ. കണ്ടുമുട്ടുന്ന ദിവസം ഏതാ? മരിക്കുന്ന ദിവസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ട് ആവശ്യം പോയത്. എന്താണത്? മിസ്വാക്ക്, ബ്രഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ 3 സംഗതി എപ്പോഴും ഉണ്ടാവും. 1 ഒരു വടി, 2 ഒരു പേന, 3 ഒരു മിസ്വാക്ക്. നമ്മളെ നാട്ടിലൊക്കെ ഒരു മിസ്വാക്ക് കീശയായിട്ട് വന്നാല് ഇങ്ങനെ നോക്കുമ്പോ ഏതാ, കാരണം അതൊരു ആവശ്യമില്ലാത്ത സാധന. ആരെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യണ്ട, ചെയ്യുന്നോളെ വിമർശിക്കണം ആവശ്യമുണ്ടോ? സുന്നത്താ. ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. പ്രവാചകൻ മരിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം ആയിഷ റളിയല്ലാഹു റൂമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക്. പ്രവാചകൻ അതിലേക്ക് ഉറ്റുനോക്കി. ഭാര്യമാരെ, സഹോദരിമാരെ ശ്രദ്ധിക്കണം. വലിയൊരു കുടുംബ പാഠം പഠിപ്പിച്ചിട്ടാ നമ്മുടെ ഇന്നാൾ വഫാത്തായി പോയത്. എന്താണ് ആ പാഠം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചിന്ത ഉണ്ടാവുമെന്ന് ആലോചിക്കും. അപ്പൊ പ്രവാചകൻ ഇപ്പം ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ബ്രഷ് ചെയ്യാനാണ് എന്ന് പറയാൻ ആർക്ക് മനസ്സിലായി? ആയിഷ റളിയല്ലാഹു മനസ്സിലായി. നമ്മളെ ഭാര്യയൊക്കെ മനസ്സിലാവോ? ഇല്ല. ഇന്നലെ എൻ്റെ അടുത്തൊരു കുടുംബം വന്നു. ആ പെണ്ണ് പറയാണ്, ഇയാളോട് ഒന്നും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും മിണ്ടൂല. എന്താണ് അയാളെ മൗനെന്ന് 30 കൊല്ലായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിലെ പരാജയം അതാണ്. നിന്റെ ഭർത്താവ് മിണ്ടാതിരിക്കുന്ന എന്താന്ന് എനിക്ക് 30 കൊല്ലായിട്ട് മനസ്സിലായില്ല. നമുക്ക് ചെയ്യണം ഇല്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ടം കണ്ടപ്പോ മിസ്വാക്ക് ചെയ്യലാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം വഫാത്താവും. എന്താ മിസ്വാക്കിന്റെ പ്രതിഫലം?
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ വുളൂഇന്റെ ഫർള് 7 ആകുമായിരുന്നു. 7-ാമത്തെ ഏതായി കയറിയോ? മിസ്വാക്ക് ചെയ്യൽ. എന്താ ആക്കാഞ്ഞത്? അതിന്റെ പേരിൽ കുറെ നരകത്ത് പോണ്ടാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അത് പ്രവാചകൻ ചില നന്മ നന്നാക്കാം. അള്ളാനെ കണ്ടുമുട്ടുന്ന മരണത്തിന്റെ ദിവസം പോലും സൽക്കർമ്മ നിരതരായി നിന്നെ കണ്ടുമുട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മാതൃക കാണിച്ചാണ്. നന്മയിൽ, ത്യാഗത്തിൽ, പ്രയാസപ്പെടേണ്ടിടത്ത് തന്നെയും തന്റെ കുടുംബത്തെയും മുന്നോട്ട് തള്ളി നമ്മുടെ നേതാവ്. നല്ലോണം മനസ്സിലാക്കണം. ആനുകൂല്യം കിട്ടുന്ന സ്ഥലത്ത് തന്റെ കുടുംബത്തെ പിന്നോട്ട് തള്ളി നമ്മുടെ നേതാവ്. നേരെ എവിടെ അന്നത്തെ മനുഷ്യന്മാര് അല്ലേ? നോക്കൂ, നിങ്ങൾ ഭാര്യന്റെ കൂടെ കിടക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. 3 മണി സമയം, കട്ട പിടിച്ചിരുട്ട്, കൂരാക്കൂരിട്ട്, അതികഠിനമായ തണുപ്പ്, ഉറക്കിന് ഏറ്റവും സുഖമുള്ള സമയം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ തട്ടി പ്രവാചകൻ ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, ആയിഷ, നീ എനിക്ക് സമ്മതം തരുമോ? ഇതിന് അതഅബ്ദു റബ്ബി, ഞാൻ എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യട്ടെ. അതാ ഏറ്റവും ഹൈറായ സമയത രാത്രിയുടെ അന്ത്യയാമം. ഏറ്റവും ഉറക്ക് സുഖമുള്ള സമയത അതേ സമയം. ഏതിനാ പ്രാധാന്യം? ഇബാദത്തിന്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകൻ നിങ്ങൾക്ക് അതാണോ ഇഷ്ടം? നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ. അതല്ലേ നമ്മൾ കാലിൽ നീര് കിട്ടുമാറ് നമസ്കരിച്ചു. എപ്പോ? രാത്രി. ആര്? നമ്മുടെ നേതാവ്. കണ്ടോ? ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല ഇബാദത്ത്, അത് താൻ സ്വന്തമാക്കണം എന്ന ചിന്ത. അതാണ് വൽതൻദുർ നഫ്സുൻ. ഞാനെന്താ, എനിക്ക് കിട്ടണം. നമ്മളങ്ങനല്ല. ദുനിയാവിന്റെ വിഷയത്തിൽ എനിക്ക് കിട്ടണം. ദീനിന്റെ ആർക്കും കിട്ടിയാൽ തരക്കില്ല. മുമ്പിലെ സഫ് ആരാ ഇരുന്നോട്ടെ, അമ്മക്ക് പണിയടോ ഇരുന്നാ മതിയല്ലോ അല്ലേ? എന്നാൽ ബസ് കയറിയാലോ, ട്രെയിനിൽ കയറിയാലോ, എന്തൊരു തിക്കാന്നല്ല സീറ്റ് കിട്ടാൻ. ഒന്ന് കണ്ണൂർ വരെ യാത്ര ചെയ്യുമ്പോ എത്ര തിക്കിട്ടാപ്പൊന്ന് ഞാൻ കയറിയെന്നറിയാം. സീറ്റ് ഇഷ്ടം പോലുണ്ട്, നല്ല തിക്കേ കയറുള്ളൂ. കാരണം എന്താ? ദുനിയാവ് നഷ്ടപ്പെട്ടുകൂടാ. ഈ തിക്കും തിരക്കും പള്ളിയിലുണ്ടോ? ഇല്ല. ഉണ്ടാവണം. പടച്ചവനെ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും നന്മ ചെയ്യുന്നവനായി മാറേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇശാ നമസ്കാര ശേഷം ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കിട്ടണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? പള്ളിയിൽ നിറച്ച് മനുഷ്യന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മനുഷ്യനെ ഏത് സഹാബിന്റെ കൂടെ വിട്ടാലും അദ്ദേഹം കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. പക്ഷേ ഭക്ഷണം കൊടുക്കുക എന്നുണ്ട് വലിയ നന്മയുള്ള കാര്യല്ലേ? അത് എനിക്ക് കിട്ടണം. അത് മറ്റവന്റെ തലയുടെ അല്ല, എനിക്ക് കിട്ടണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്താ ചെയ്തത്? തന്റെ 9 ഭാര്യമാരെടുത്തും പറഞ്ഞയച്ച് അന്ന് രാത്രി വല്ല ഭക്ഷണം ഉണ്ടോ? ഇല്ല. ഇനി പ്രവാചകൻ പറയേണ്ട എന്താ? പൊന്നാറ് കന്നായി എന്റെ മാതിരി തന്നെയാണ്, എന്നോട് പറഞ്ഞിട്ട് കാര്യം നമ്മൾ പൊഴുക്കാൻ പോകാൻ കേൾക്കേണ്ടത് അല്ല. റസൂൽ ആലോചിച്ച് പറഞ്ഞെന്നാലോ, ഇദ്ദേഹത്തെ ആരും കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? എന്റെ കാര്യം പറഞ്ഞില്ല, എന്റെ കാര്യം പറഞ്ഞു, അത് വേക്കോട്ട്. ആദ്യം ചിന്തിക്കുക, ഈ നന്മ എനിക്ക് കിട്ടുമെന്ന് ആലോചിച്ചു. നമ്മളെ പള്ളിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് ഇമാമ് പറയാണ്, ഇമാം ഈ നാട്ടുകാരനല്ല, അല്ല ഒരു പാവപ്പെട്ട മനുഷ്യണ്ടായിരുന്നു. അതോ എന്താ അറിയോ, അപ്പൊ ഭാര്യയ്ക്ക് ചെറിയ എല്ലായ്മ ഉണ്ട്, അതുകൊണ്ട് പാട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും തഴ ചെയ്യാന്നല്ല, ആ കൂലിയൊന്നും നമുക്ക് വേണ്ട. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് തനിക്ക് അല്ലെ തന്റെ കുടുംബത്തിന്. നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധം നടക്കുന്നു. ബദർ യുദ്ധത്തിന്റെ ആദ്യത്തെ രംഗം ദ്വന്ദ്വയുദ്ധമാണ്. ദ്വന്ദ്വയുദ്ധം അറിയാലോ, 2 വ്യക്തികൾ തമ്മിൽ. ഉത്തുബത്ത് കൊണ്ട് ചാടി. ഉത്തുബത്ത് ചാടി ആരാണ് എന്നോട് എതിരാളുള്ളത്? ആദ്യത്തെ ചാട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 313 ആളിൽ ഇഷ്ടമുള്ള ആളോട് പറയാലോ, ചെല്ലുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മുന്നോട്ടിറക്കിയത് സ്വന്തം മകളെ ഭർത്താവ് റളിയല്ലാഹുവിനെ. നന്മ എനിക്ക് അല്ല എന്റെ കുടുംബത്തിൽ. സക്കാത്ത് വന്നു, സക്കാത്ത് ശേഖരണം വന്നു.
സത്യനിഷേധികൾ ആരോപണമായി മുന്നോട്ടിറങ്ങിയ ഇപ്പോഴാണ് സംഗതി പൂർത്തിയായത്. ഇപ്പൊ മുഹമ്മദ് നബി സക്കാത്ത് എന്ന പേരിൽ ജനങ്ങളെ പൈസ സംഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ചൂഷണം തന്നെയാണ് എന്ന ആരോപണം ഉണ്ടായി. മദീനത്തെ പള്ളിയിൽ കയറി ഹംദും സലാത്തും ചൊല്ലി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം? ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. എന്താണ് പ്രഖ്യാപനം? ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. സക്കാത്തിന്റെ ഒരു 5 പൈസ മുഹമ്മദിനോ മുഹമ്മദിന്റെ കുടുംബത്തിനോ വാങ്ങാൻ പാടില്ല. നമ്മളെ നാട്ടിൽ സക്കാത്തിൽ വന്ന് പരിചയപ്പെടുക തങ്ങളാന്ന് പറഞ്ഞാണ്. ഐറ്റങ്ങൾക്ക് അറിയാം തങ്ങളെന്താ സാധനം. തങ്ങളാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല, കൂടുതൽ കിട്ടാനാ പറയുന്നത്. നോക്കിക്കള്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ തനിക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മുടെ കുടുംബം ആനുകൂല്യം കിട്ടാൻ വരുമ്പോ മറ്റുള്ളവരെ ഒന്നിക്കുകയാണ്, കുടുംബത്തെ വേക്കോട്ടാക്കി. ഇതാണ് ഇങ്ങനെ എത്ര ചരിത്രമുണ്ട് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, ഒരടിമക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ എന്താ നമ്മളെ ഭാഷയിൽ? അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും, അവന്റെ കച്ചവടം വിജയിക്കും, അവർക്ക് നല്ല വീടുണ്ടാവും, നല്ല വാഹനം ഉണ്ടാവും, നല്ല തറവാട്ടിന്ന് ആൺകുട്ടിക്ക് പെൺകുട്ടികളെ കിട്ടും, നല്ല തറവാട്ടിന്ന് പെൺകുട്ടിക്ക് ആൺകുട്ടിനെ കിട്ടും, അവൻ ഭാഗ്യവാനാണ് അല്ലേ? നമ്മളങ്ങനെ മനസ്സിലാക്കിയത്. എന്നാൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. നമുക്കതൊരു വലിയ തൗഫീഖായി തോന്നിയില്ല. ബാങ്ക് വിളിക്കുന്നു നമ്മളെ പള്ളിയിൽ, ഭയങ്കര ഭാഗ്യവാൻ, ഒരു പണിയും കിട്ടാത്തോണ്ട് വന്നതാ. ഒരു പണിക്ക് പറ്റാത്തവണല്ല പണിക്ക് ഇരുത്തല് അല്ലേ? നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളിലേക്ക് ആ സഹോദരന്മാരെ യു പി നാളെ വന്നത്, നമ്മളെ ഈ പണിക്ക് കിട്ടുക അതിന് കൊടുക്കുന്ന പൈസ ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഓനെ കാണുമ്പോ ഒരു സാധു എന്നാ ചായ എന്താ ആയിക്കോട്ടെ, ഒരു ദയനീയത അല്ലേ? എന്നാ നന്മയുള്ള താല്പര്യമോ? ഞാൻ ബാങ്ക് കൊടുക്കുക ആരോ പറയുന്നുണ്ടോ? ബാങ്ക് വിളിച്ചാലുള്ള പ്രതിഫലം എന്താ? ബാങ്ക് കേട്ട് നമസ്കരിക്കുന്നവന്റെ ഓരോ കൂലിയും ഈ ബാങ്ക് കൊടുത്ത മനുഷ്യന്റെ പോക്കറ്റിക്കാ പോവുക. എന്നറിയോ? മദീന പള്ളിയിൽ മത്സരം ഉണ്ടായത് സഹോദരന്മാരോ വീട് നിർമ്മാണത്തിലാണോ, വസ്ത്രം വാങ്ങുന്നതിനാണോ, വാഹനം മാറുന്നതിനാണോ, സമ്പത്ത് വാരിക്കൂട്ടുന്നതിനാണോ? അതല്ല ബാങ്ക് വിളിക്കുന്നതിലോ, സ്റ്റെപ്പ് നിൽക്കുന്നതിലോ, ജിഹാദ് നടത്തുന്നതിലോ, സദഖ ചെയ്യുന്നതിലോ? എവിടേക്കാണ് ഞാൻ ഇങ്ങനെ പോണത്? വലാ തംനുൻ തസ്തക്തിർ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ മുദ്ദസിറിൽ 7 കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചു. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി, സൈക്കോളജി, ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഉയരാൻ എന്തൊക്കെ തത്വങ്ങളാണോ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് 14 മുമ്പ് എണ്ണി പറഞ്ഞ ഗ്രന്ഥത്തിന്റെ പേരാ ഖുർആൻ. അത് പറഞ്ഞ സൂറത്തിന്റെ പേരാണ് മുദ്ദസിർ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. എഴുന്നേറ്റ് നിൽക്ക്. എഴുന്നേറ്റ് നിൽക്കാൻ എന്താ അറിയോ? എഴുന്നേറ്റ് നിൽക്കാൻ യോഗ്യനാകുന്ന നമ്മക്ക് നമ്മളെ പെണ്ണുങ്ങൾ മുമ്പിൽ എണ്ണിട്ടിക്കാളെ യോഗ്യതയുണ്ടോ? ഓരോ നല്ലോണം നോക്കിയാൽ പാടി ഇരുന്നു. ഇങ്ങളാ അപ്പൊ വയറുകൊണ്ട് കൈ, കാരണം നമ്മളെ വ്യക്തിജീവൻ എന്താ നോക്കറിയാം കണ്ടോ? അങ്ങനെ ഞാൻ അത് വിശദീകരിക്കല്ല. അതിൽ 6ാമത്തെ കാര്യം എന്താണോ? വലാ തംനുൻ തസ്തക്തിർ. നീ അമിതമായി ഒരുപാട് ചെയ്തു പോയി എന്ന് വിചാരിക്കരുതിട്ടോ പരലോകത്തിന് വേണ്ടി. എത്ര ചെയ്താലും മതിയാവാത്തവനായി ദാഹാർത്തനെ പോലെ പുണ്യകർമ്മങ്ങളെ വാരിപ്പുണരാൻ നിനക്ക് സാധിക്കണം. മൻ അസ്ബഹ മിൻകും സായിമൻ അൽയൗം. മദീന പള്ളിയിൽ സുബഹി നമസ്കാര ശേഷം ഒരു ദിവസം ഉയർന്നു കേട്ട ചോദ്യമാണ്, ദുഹ്ർ നമസ്കാര ശേഷം മൻ അസ്ബഹ മിൻകും സായിമൻ അൽയൗം. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ നോമ്പ് നോറ്റ ആരുണ്ട്? സുന്നത്ത് നോമ്പിന്റെ അവസാനിക്കും. ഒരാൾ കൈപൊക്കി, ഞാൻ ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്. ശരി. മൻ അത്അമ മിസ്കീനൻ അൽയൗം. ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത ആരുണ്ട് ഈ സദസ്സിൽ? നോമ്പ് നോറ്റു എന്ന് പറഞ്ഞ് കൈപൊക്കി, അതേ കൈ വീണ്ടും ഉയർന്നു, ഞാൻ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അയാൾ പട്ടിണി വന്നിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക. കുട്ടികൾ. 3ാമത്തെ ചോദ്യം, ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആരുണ്ട് ഈ സദസ്സിൽ? വീണ്ടും ആ കൈ ഉയർന്നു, ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം, ഇന്നൊരു മയ്യത്ത് പരിപാലനത്തിൽ മറമാടുന്നത് വരെ അതിൽ മുഴുവൻ സമയം പങ്കെടുത്ത ആരുണ്ട് ഈ കൂട്ടത്തിൽ? 4ാമതും ഉയർന്ന ആ കൈയുടെ ഉടമസ്ഥന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ അജ്മഅ ഹാദിഹിൽ ഖസാഇൽ അർബഅ ഫീ യൗമിൻ വാഹിദിൻ ദഖലൽ ജന്ന. 1400 കൊല്ലം മുമ്പ് 100 കണക്കിന് സ്വഹാബികളെ സാക്ഷി നിർത്തി നമ്മുടെ നേതാവ് പറഞ്ഞു, അബൂബക്കർ ഒരു പ്രഭാതത്തിൽ, ഒരു പ്രദേശത്തിൽ
ഒരു വൈകുന്നേരത്തിന്റെയും രാവിലത്തിന്റെ ഇടയ്ക്ക് ഈ 4 കാര്യങ്ങളും ചെയ്ത താങ്കൾക്ക് സ്വർഗമുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. കാരണം യഥാർത്ഥ പ്രതിസന്ധി മരണം മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഒരാളും താങ്ങൂല സഹോദരന്മാരെ. മരിക്കുന്ന സമയത്ത് കുടുംബക്കാർ കാഴ്ചക്കാരായി മാറും. മെഡിക്കൽ എക്യുപ്മെന്റ്സ് നോക്കുകുത്തികളാവും. അവർ പറയും, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമല്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളി, എന്തെങ്കിലും വിശേഷം ഉണ്ടേ വന്നാൽ മതി, വരരുതെന്നാണ് എന്റെ അർത്ഥം. മനസ്സിലായോ? ലോകം കൈമറത്തും, എല്ലാ ദുരിതവും ഞാൻ ഒറ്റക്ക് സഹിക്കണം. അള്ളാന്റെ ഭാഗത്തുനിന്ന് ആശ്വാസവചനം കേട്ട് മരിക്കണമെങ്കിൽ നമ്മ ഒരുങ്ങണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുകയും ആ റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിതത്തെ നിലനിർത്താൻ അത്യധ്വാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് മരണസമയത്ത് അള്ളാന്റെ മലക്കുകൾ ആശ്വാസവചനവുമായി വരും. സൂറത്തുൽ ഫുസിലത്ത് നോക്കിയാൽ കാണാം. അധികം വിശദീകരിക്കുന്നില്ല. നമ്മൾ പണിയെടുക്കണം. എനിക്കറിയോ? കല്ലാ ഇദാ ബലഗത്തി തറാഖി വല കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. സൂറത്തുൽ വാഖിയയിലൂടെ മൂർത്തമായ ചോദ്യവുമായി അള്ളാഹു നമ്മെ നേരിടുന്നു. നിങ്ങളുടെ മരണം തൊണ്ടക്കുഴി എത്തുമ്പോ ജനങ്ങളിങ്ങനെ തുറിച്ചു നോക്കും. മക്കളെ വിചാരിച്ച് ഓന്റെ മുഖത്തേക്ക് നോക്കുകയാണെന്ന അവൻ മലക്കളെ കണ്ട് ബേജാറായി നോക്കുക. നിങ്ങളാണോ ആ രോഗിയിലേക്ക് ഏറ്റവും അടുത്തവൻ? അതല്ല ഞാനാണോ? നിങ്ങളാണ് രോഗിയിലേക്ക് അടുത്തവെങ്കിൽ തർജിഊനഹ, ഒന്നും മടക്കിക്കൊണ്ടുവരികയാണ്. ഏത് മെഡിക്കൽ എക്യുപ്മെന്റ്സിന് സാധിക്കും? ഏത് മരുന്നിന് സാധിക്കും സഹോദരന്മാരെ? സാധിക്കൂല. അപ്പൊ വെല്ലുവിളിക്കുക, കളിയാക്കുക. അപ്പൊ നമ്മൾക്ക് മരണം എളുപ്പമാവണം. അങ്ങോട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും വേണ്ടത് നമ്മൾ ചെയ്തു വെക്കണം സഹോദരന്മാർ. ഒരാളും ചെയ്തത് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഓരോ ഘട്ടത്തിന് വേണ്ടിയും നമ്മൾ അധ്വാനിക്കണം. ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മയ്യത്ത്, മദീന പള്ളിന്റെ മുമ്പ് കൂടെ പോണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങളോട് ചോദിച്ച ചോദ്യം, അമുസ്തരീഹുൻ അമുസ്തറാഹുൻ മിൻഹു. എന്താ ചോദ്യം? ഈ കൊണ്ടുപോകുന്ന മയ്യത്ത് നിങ്ങളടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോവുകയാണോ, അതല്ല നിങ്ങൾ അയാളിൽ നിന്ന് രക്ഷപ്പെടുകയാണോ? വല്ലാത്ത ചോദ്യമാണത്. നിങ്ങൾ വിശ്രമിക്കാൻ പോവുകയാണോ, അതല്ല മയ്യത്താണ് വിശ്രമിക്കാൻ പോണത്? എന്തിന്റെ അർത്ഥം എന്താ? നല്ല മനുഷ്യനാണെങ്കിൽ അവൻ ഇവരെ അധ്വാനിച്ചു, ഇനി വിശ്രമിക്കാൻ പോവാൻ. അപ്പോ അല്ലെങ്കിൽ ഇയാള് ശരിക്ക് കഷ്ടപ്പെടാൻ വേണ്ടി പോണുള്ളൂ. നമ്മക്കോ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏത് നിലക്കാണ് ഈ മയ്യത്ത് പോണെന്ന? ഏത് നിലക്കാണ് നമ്മളെ മയ്യത്ത് പോകേണ്ടത്? ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുന്ന മയ്യത്തായി നമ്മളെ മയ്യത്ത് മാറണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന രംഗത്തെ പറ്റി ഖുർആൻ പറഞ്ഞു, ഫതഅ്തൂന അഫ്വാജ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജ. കാഹളത്തിലൂതപ്പെടുന്ന ദിവസം പല സംഘങ്ങളായിട്ട് അവർ വരും. എന്താണ് ഈ സംഘടനയുടെ അടിത്തറ? എന്താ മാനദണ്ഡം? കണ്ണൂരിൽ നിന്ന് വരുന്നവരൊക്കെ ഒരു സംഘം, കോഴിക്കോട് അങ്ങനെയാണോ? അല്ല. പൗരസ്ഥർ വേറെ, പാശ്ചാത്യർ വേറെ ആണോ? അല്ല. അറബികൾ വേറെ, അനറബികൾ വേറെ ആണോ? അല്ല. നല്ലവരും ചീത്തവരുമാണ്. അന്ന് മനസ്സിലാക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കരിക്കുകയാണ്. സൂറത്ത് യാസീൻ ഓതി. ഞാൻ ഓതി വെച്ച ആയത്ത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഞാൻ കൊണ്ടുവന്നില്ല. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഒരു കമ്മിറ്റിയിൽ, ഒരു പള്ളി കമ്മിറ്റിയിൽ, ഒരു വീട്ടില്, ഒരു മഹല്ലില് നല്ലവരും ചീത്തവരും കൂടിക്കലർന്ന് നല്ലവന്റെ മറപറ്റി നല്ലവന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഭാവികളെ മനസ്സിലാക്കണം. പരലോകത്ത് വെച്ച് അള്ളാന്റെ കൽപ്പന, മാറി നിൽക്കണം ഭാവികളെ നിങ്ങൾ. എന്താണ് ആ കൽപ്പന? നിങ്ങൾ ഇതുവരെ നല്ല മനുഷ്യന്മാരെ ബേക്കിൽ ഇങ്ങനെ നിന്ന് നല്ലതുള്ള സമീപം മാറി നിൽക്കാൻ. പിന്നെ ആയത്ത് കിട്ടണില്ല. സ്വഹാബികൾ മനസ്സിലാക്കിയത് മറന്നു പോയതാണെന്നാ. ഓതിക്കൊടുത്തു വലം അഴ്ഹദിയിലേക്കും യാ ബനി ആദം. മിണ്ടണില്ല. പിന്നെയും പ്രവാചകൻ ഗദ്ഗതത്തോട് കൂടി ഓതുന്നു, ബാക്കി കിട്ടുന്നില്ല. നമസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകന്റെ മാറിലേക്ക് കണ്ണുനീര് വീണ് നനഞ്ഞ് കുതിർന്നിരിക്കുന്നു. ആരാണ് അദ്ദേഹം? സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു കയറുന്ന വ്യക്തി, ശഫാഅത്ത് നൽകാൻ അല്ലാഹു അവസരം നൽകിയ വ്യക്തി,
ഹൗദുൽ കൗസർ കൊണ്ടല്ലോ ആദരിച്ച വ്യക്തി, അശ്റഫുൽ ഖൽഖ് യാ അയ്യുഹൻ നബിയ്യു എന്ന് മാത്രം റബ്ബ് അഭിസംബോധന ചെയ്ത ഉന്നതനായ പ്രവാചകൻ, ഇന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കൂ പാപികളെ എന്ന ആയത്തോടിയിട്ട് നാളെ ഞാൻ ഏത് കൂട്ടത്തിലായിരിക്കുമെന്ന് ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ അവസ്ഥ എന്താ? നമുക്ക് ആർക്കെങ്കിലും ഈ യാസീൻ ഓതുമ്പോ ഈ ദുഃഖം ഉണ്ടായിരിക്കും. നമ്മൾ യാസീൻ ഓതാ മരിച്ചോട്ടല്ലേ, എന്താ സന്തോഷം? മൂന്നാമത്തെ ദിവസം ഒരു തീറ്റയായില്ലേ? നമ്മക്ക് യാസീനോട് സന്തോഷം കാണാൻ മറ്റന്നാൾ പറഞ്ഞ തീറ്റി തിന്നാളല്ല യാസീൻ. ആ യാസീനിൽ നമ്മുടെ മനസ്സാക്ഷിയെ പിടിച്ചു കൊടുക്കുന്ന ഈ ആയത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും സ്വാധീനിച്ചെത്തിയിട്ട് ഭാവികളെ മാറി നിൽക്കണം. മനുഷ്യകത്ത് ദാഹത്തിനും വിശപ്പിനുമുള്ളത് ഹൗദുൽ കൗസറാണെങ്കിൽ അത് കിട്ടാൻ ഞാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഖബർ ഇരുട്ടിന്റെ വീടാണെങ്കിൽ അവിടുത്തെ പ്രകാശത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഖബർ മനുഷ്യനെ ഞെരുക്കുമെങ്കിൽ ഖബർ വിശാലമാകാൻ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ദിവസം കഴിഞ്ഞു പോകല്ലേ? മരണം നമ്മുടെ മുമ്പിൽ കണ്ണുമ്പിൽ കാണല്ലേ സഹോദരന്മാര്? ചെറിയ കുട്ടികൾ മരിച്ചു പോകുന്നില്ലേ? യുവാക്കൾ മരിച്ചു പോകുന്നില്ലേ? അപകടങ്ങൾ നിത്യസംഭവങ്ങളല്ലേ? എന്തേ നമുക്കൊന്നും ബാധകമല്ലേ? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മരണം നമുക്ക് സംഭവിച്ചാൽ മരണം മുതൽ നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം. അത് വ്യക്തിപരമാണ്. അതുകൊണ്ട് ഓരോ കടന്നു പോകേണ്ട പ്രതിസന്ധിയെ പറ്റി ആലോചിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ അമലുകൾ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.